ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ RJD സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ധാരണയായി. PK പ്രവീൺ കൂത്തുപറമ്പിൽ സ്ഥാനാർത്ഥിയാകും. PK അനിൽകുമാർ കൽപ്പറ്റയിൽ മത്സരിക്കും. വടകരയിൽ ശ്രേയാംസ് കുമാർ മുന്നോട്ട് വെച്ച MK ഭാസ്കറിനൊപ്പം മനയത്ത് ചന്ദ്രനെയും പരിഗണിക്കണമെന്ന് ഒരു വിഭാഗം ആവശ്യപ്പെട്ടു. റയീസ് റഷീദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. റയീസ്, ഈ പാർട്ടിയിൽ നിന്ന് തന്നെ എതിർപ്പുയർന്നതിന് പിന്നാലെ KP മോഹൻ ഇത്തവണ മത്സരരംഗത്തേക്കില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരുന്നു. അവിടേക്ക് PK പ്രവീൺ വരികയാണ്. അതുപോലെ കൽപ്പറ്റയിൽ അനിൽകുമാറിന്റെ കാര്യം ഏതാണ്ട് ഉറപ്പായിരുന്നു. വടകരയിൽ പക്ഷേ എന്താണ് സംഭവിക്കുന്നത്? രണ്ടോ അതിലധികമോ പേരുകൾ വരുന്ന സാഹചര്യമുണ്ടോ? റീജിത്ത്, RJD LDF-ൽ 6 സീറ്റാണ് ചോദിച്ചിരുന്നത്. കഴിഞ്ഞ തവണ മത്സരിച്ച 3 സീറ്റ് മാത്രമേ നൽകാൻ കഴിയൂ എന്ന് CPM നേതൃത്വം നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു. ഇതിൽ പാർട്ടിക്കകത്ത് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഇതിനിടയിലാണ് LDF-ൽ RJD മത്സരിക്കുന്ന 3 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തീരുമാനമായിരിക്കുന്നത്. കൂത്തുപറമ്പിൽ PK പ്രവീൺ, RJDയുടെ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളാണ് PK പ്രവീൺ. പ്രവീണായിരിക്കും മത്സരിക്കുക. ഇന്ന് മണ്ഡലം കമ്മിറ്റി ഉണ്ടായിരുന്നു. ആ മണ്ഡലം കമ്മിറ്റിയിൽ സംസ്ഥാന കമ്മിറ്റി മുന്നോട്ട് വെച്ച പേരിന് അംഗീകാരം ലഭിച്ചു. നിലവിലെ സിറ്റിംഗ് MLA ആയ KP മോഹനന്റെ സഹോദര പുത്രൻ കൂടിയാണ് PK പ്രവീൺ. അതായത് ഒരു മാറ്റം വരുമ്പോൾ തന്നെ ആ കുടുംബത്തിലേക്ക് തന്നെ പുതിയൊരാൾ മത്സരരംഗത്ത് വരുന്നു എന്നതാണ് പ്രത്യേകത. കൽപ്പറ്റയിൽ അവിടുത്തെ ജില്ലാ വൈസ് പ്രസിഡന്റായ PK അനിൽകുമാർ സ്ഥാനാർത്ഥിയാകും. അദ്ദേഹം INTUC നേതാവായിരുന്നു മുമ്പ്. കുറച്ച് വർഷങ്ങൾ മാത്രമേ, ഒരു 5 വർഷത്തിൽ അധികമായിട്ടില്ല അദ്ദേഹം RJDയുടെ ഭാഗമായിട്ട്. ഒപ്പം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സീറ്റുകളിലൊന്ന് വടകരയാണ്. വടകരയിൽ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് MK ഭാസ്കറിനെ മത്സരിപ്പിക്കണം എന്നാണ് ശ്രേയാംസ് കുമാറിന്റെ നിലപാട്. പക്ഷേ കഴിഞ്ഞ തവണ മത്സരിച്ച മുൻ ജില്ലാ പ്രസിഡന്റ് മനയത്ത് ചന്ദ്രൻ മത്സരിക്കട്ടെ എന്ന് നിലപാടെടുക്കുന്നവരും പാർട്ടിയിലുണ്ട്. നാളെയാണ് അവിടെ മണ്ഡലം കമ്മിറ്റി ചേരുക. ആ മണ്ഡലം കമ്മിറ്റിയിൽ പേരിന് അന്തിമമാക്കും. MK ഭാസ്കരൻ തന്നെ സ്ഥാനാർത്ഥിയാവാനാണ് എല്ലാ സാധ്യതകളും. ശരി, റഹീസ് റഷീദ് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. കൂത്തുപറമ്പിൽ PK പ്രവീൺ RJDയുടെ സ്ഥാനാർത്ഥിയാകും. അതുപോലെ PK അനിൽകുമാർ കൽപ്പറ്റയിൽ RJD സ്ഥാനാർത്ഥിയാകും. വടകരയുടെ കാര്യത്തിൽ ഒരു അനിശ്ചിതത്വം തുടരുന്നുണ്ട്. 2 പേരുകൾ സജീവമായി പരിഗണിക്കുകയാണ്. റഹീസ് റഷീദ് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു.